Important topic: polarization maintaining fiber, PMF. ഇവിടെ പോളറൈസേഷൻ ട്രാവൽ ചെയ്യുന്ന ലൈറ്റിന്റെ പോളറൈസേഷൻ സ്റ്റേറ്റ് ഒക്കെ പ്രിസർവ് ചെയ്യും, അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് കുറെ ഇൻവയോൺമെന്റൽ ചേഞ്ചസ് ഒക്കെ സബ്ജക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ട്രാൻസ്മിഷൻ റേറ്റ് ഇവിടെ ബിറ്റ് റേറ്റ് ആയിരിക്കും. അപ്പൊ പോളറൈസേഷൻ മെയിൻറ്റെയിൻ ഫൈബേഴ്സിന് ഹൈ ട്രാൻസ്മിഷൻ റേറ്റ് ആയിരിക്കും, ബിറ്റ് റേറ്റ്. ഇതിന്റെ ടൈപ്സ് 3 ടൈപ്സ് ഉണ്ട്. പാണ്ട സ്റ്റൈൽ, നെക്സ്റ്റ് എലിപ്റ്റിക്കൽ ക്ലാഡ്, ദെൻ ബോട്ടായി. പാണ്ട സ്റ്റൈലില് കോറുണ്ട്, ഇതാണ് അതിൽ സ്ട്രെസ് റോഡ് ഇവിടെ രണ്ടെണ്ണം. എലക്ട്രിക്കൽ ഫോമിൽ ഇവിടെ എലക്ട്രിക്കൽ ഫോമിലായിരിക്കും ക്ലാഡിങ്, ഇവിടെ ബോട്ടായി ഫോമിലായിരിക്കും ക്ലാഡിങ് ഇവിടെ ഇരിക്കുന്നത്. പോളറൈസേഷൻ മെയിൻറ്റെയിൻ ഫൈബേഴ്സ് ഇവിടെ പോളറൈസേഷൻ സ്റ്റേറ്റ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് പ്രിസർവ് ചെയ്യും. ഈ ലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫൈബറിലോ ഒപ്റ്റിക്കൽ ഫൈബറിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ലൈറ്റ് പോളറൈസേഷൻ പ്രിസർവ് പോളറൈസേഷൻ മെയിൻറ്റെയിനിങ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് സിംഗിൾ മോഡ് ഫൈബേഴ്സ് ട്രാവൽ ചെയ്യുന്നത് ലൈറ്റ് ഡിസ്ക്രീറ്റ് വാല്യൂ വേവ്സ് ഫോമിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഡിസ്ക്രീറ്റ് ഫോമിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യും ഈ വിത്ത് റെസ്പെക്ട് എൻവയറമെന്റൽ ചേഞ്ചസ്. അപ്പൊ ഇവിടെ ലീനറി പോളറൈസ്ഡ് ലൈറ്റ് കപ്പിൾ ചെയ്യും ഈ പോളറൈസേഷൻ മെയിൻറ്റെയിൻ ഫൈബറിൽ. അപ്പൊ ഒപ്റ്റിക്കൽ ബീം ഇലക്ട്രിക്കലി പോളറൈസ് ചെയ്തിട്ട് ഡിഗ്രി ആംഗിൾ തീറ്റയിലേക്ക് പോളറൈസ് ചെയ്തിട്ട് ബൈ ഫ്രിഞ്ച് മറ്റതൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് പോളറൈസേഷൻ ലൈറ്റ് ഡയറക്ഷനിലായിരിക്കും ഇൻപുട്ട്. അപ്പൊ ഇവിടെ പോളറൈസേഷൻ സ്റ്റേറ്റ് ആയിരിക്കും പ്രിസർവ് ചെയ്യുന്നത് ഈ പോളറൈസേഷൻ മെയിൻറ്റെയിനിങ് ഫൈബേഴ്സിൽ. ഇനി നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഫോട്ടോണിക് ക്രിസ്റ്റൽ ഫൈബർ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫോട്ടോണിക് ക്രിസ്റ്റൽ ഫൈബർ. ഇപ്പോഴും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫോട്ടോണിക് ക്രിസ്റ്റൽ ഫൈബർ, PCF. PCF ഫോട്ടോണിക് ക്രിസ്റ്റൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഇതിലൊരു കാപ്പിലറീസ് ഉണ്ടാവും, ഗ്ലാസ് കാപ്പിലറീസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാപ്പിലറീസ് ഫുൾ എയർ ഫിൽഡ് ആയിരിക്കും, അത് ഹെക്സാഗോണൽ ലാറ്റസ് സ്ട്രക്ചറിലായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രണ്ട് ഫോം ഉണ്ട്, കാരണം സോളിഡ് കോറും പിന്നെ ഒരെണ്ണം ഹോളോ കോർ സ്ട്രക്ചർ. സോളിഡ് കോറിൽ എല്ലാ കാപ്പിലറീസ് ഹെക്സാഗോണൽ സ്ട്രക്ചർ കാപ്പിലറീസ് എയർ ഫിൽഡ് ആയിട്ട് ഗ്ലാസ് കാപ്പിലറീസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതില് ഇപ്പൊ ഡാർക്ക് ഏരിയാസ്, ഈ ഡാർക്ക് ഏരിയാസ് എന്ന് പറയുന്നത് കാപ്പിലറീസ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും, ആ ഡിഫക്റ്റ് എന്ന് പറയും. ആ റിമൂവ് ചെയ്ത ഡിഫക്ട്സിന്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും ലൈറ്റ് പാസ് ചെയ്യുന്നത്. ഈ ഹോളൊക്കെ എന്ന് പറയുന്നതാണ് കാപ്പിലറീസ് ഫിൽഡ് വിത്ത് എയർ. ഇവിടെ ഇങ്ങനെയായിരിക്കും സോളിഡ് കോറിൽ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹോളോ കോർ സ്ട്രക്ചറിൽ ഇത് ഇങ്ങനെ ഹണിക്കോം സ്ട്രക്ചറിലായിരിക്കും ഓരോ ഗ്ലാസ് കാപ്പിലറീസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഡിഫക്ട്സ്. ക്രിസ്റ്റൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത് ഡിഫക്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാപ്പിലറീസ് ഗ്ലാസ് ഫിൽഡ് കാപ്പിലറീസ് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും. ആ റിമൂവ് ചെയ്ത് മാറ്റിയതിന് ഈ ഡാർക്ക് ഏരിയാസ്, ഈ ഡാർക്ക് ഏരിയസിലായിരിക്കും ക്രിസ്റ്റൽ ഡിഫക്ട് ഉണ്ടാവും. ക്രിസ്റ്റൽ ഡിഫക്റ്റിൽ കൂടെ ആയിരിക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫോട്ടോണിക് ക്രിസ്റ്റൽ ഫൈബർ കമ്പൈൻ ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബറും ഫോട്ടോണിക് ക്രിസ്റ്റലിന്റെ പ്രോപ്പർട്ടീസ് രണ്ടും കമ്പൈൻ ചെയ്യും. ഈ PCF ഫ്ലെക്സിബിൾ ഇൻ ഡിസൈൻ ആയിരിക്കും. ഇതിന് വേരി ചെയ്യാം, ഡിസൈൻ പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് വേരി ചെയ്ത് അതിനനുസരിച്ച് വേരി ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇവിടെ അപ്പൊ മെയിൻ തന്നെ പീരിയോഡിക് കാപ്പിലറീസിന്റെ പീരിയോഡിക് സ്ട്രക്ചർ, കാപ്പിലറീസ് എയർ ഫിൽ കാപ്പിലറീസ് പീരിയോഡിക് സ്ട്രക്ചർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിന്റെ ഡിസൈൻ, അത് കഴിഞ്ഞ് ഇതിന്റെ ഗൈഡിങ് മെക്കാനിക്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഗൈഡിങ് മെക്കാനിസം ഫോട്ടോണിക് ക്രിസ്റ്റൽ ഫൈബേഴ്സിന്റെ PCF പറഞ്ഞാൽ ഇൻഡെക്സ് ഗൈഡിങ് PCF ഫോട്ടോണിക് ബാൻഡ് ഗ്യാപ്പ് മെക്കാനിസം ഉണ്ട്. അത് വെച്ചിട്ട് രണ്ട് കാര്യം വെച്ചിട്ട് അത് PCF ഡിവൈഡ് ചെയ്യും. ഇൻഡെക്സ് ഗൈഡിങ് PCF ഉണ്ട്, പറഞ്ഞാൽ ഫോട്ടോണിക് ഗ്യാപ്പ് PCF ഉണ്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് ഫാബ്രിക്കേഷൻ, PCFന്റെ ഫാബ്രിക്കേഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഡിവിജ്വൽ കാപ്പിലറീസ് ആർ ഫാബ്രിക്കേറ്റഡ് വിത്ത് ഡിഫറെന്റ് ഡയമീറ്റർ, wall thickness, cross section, glass material. Glass material വെച്ചിട്ടായിരിക്കും കാപ്പിലറീസ് ഫാബ്രിക് ചെയ്യാറ്. ഡിഫറെന്റ് ഡയമീറ്റർ ഉണ്ടാവും, വാൾ തിക്നെസ് ഉണ്ടാവും, ക്രോസ് സെക്ഷൻ ഏരിയസ് ഉണ്ടാവും. ഇതാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പോടെ കാണിച്ചിരിക്കുന്നത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ കാപ്പിലറീസ്. ഇനി നെക്സ്റ്റ് മൾട്ടി കാപ്പിലറി പ്രിഫോം ഇസ് മെയ്ഡ് ബൈ പൊസിഷനിങ് ഇൻഡിവിജ്വൽ കാപ്പിലറീസ് defect road through which light propagates is placed in a structure which is fused to form a preform form ചെയ്യാന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഈ ഓരോ കാപ്പിലറീസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇതിന് ഏതെങ്കിലും ഒരു കാപ്പിലറി റിമൂവ് ചെയ്തിട്ട് ഇടയിലുള്ള ഗ്യാപ്പ് വെച്ചിട്ട് ഡിഫക്ട് റോഡ് ഫോം ചെയ്ത് ആ ഫോമിൽ കൂടെ അതിൽ കൂടെ ആയിരിക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ഇങ്ങനെ പ്രീഫോം സെക്കൻഡ് സ്റ്റെപ്പാണ് ഇത്. ഫിഗർ കാണിച്ചത് പ്രീഫോം ഫോർമേഷൻ ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പ് പ്രീഫോം ഇസ് ഡ്രോൺ വിത്ത് ഫൈബർ ഡ്രോയിങ് ടവർ ടു മില്ലിമീറ്റർ സ്കെയിൽ. ഫൈബർ ഡ്രൈവിംഗ് ടവർ വെച്ചിട്ട് പ്രീഫോംസ് നമ്മൾ ഡ്രോ ചെയ്യാം. അങ്ങനെ പ്രീഫോം ഇതൊക്കെ ഈ പ്രീഫോം ഗ്ലാസ് ട്യൂബിനുള്ളിൽ നമ്മൾ ഓരോ മൾട്ടി കാപ്പിലറി പ്രീഫോംസ് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഡ്രോ ചെയ്തിട്ടുള്ളത് ഇതാണ് ആ നെക്സ്റ്റ് തേർഡ്
ഫിഗർ ഫ്രീ ഫോം ഡ്രോ ചെയ്ത് ഫൈബർ ഡ്രോ ചെയ്തിട്ടുണ്ട് മില്ലിമീറ്റർ സ്കെയിലിൽ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഫൈനൽ ഫൈബർ സ്റ്റോൺ, അതാണ് ഇത്. ഫൈനലായിട്ട് ഫൈബർ ഡ്രോ ചെയ്തിട്ട് കിട്ടുന്നതിന്റെ ഫിഗറാണ് ഇത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫൈനലായിട്ട് ഇവിടെ ഫൈബർ ഡ്രോ ചെയ്ത് കിട്ടും. ഇതാണ് PCFന്റെ ഫാബ്രിക്കേഷൻ. PCF യൂസേഴ്സ് എന്താ ഫോട്ടോണിക് ക്രിസ്റ്റൽ, രണ്ടിന്റെ പ്രോപ്പർട്ടീസ് കമ്പൈൻ ചെയ്യും. ഏതൊക്കെ ഫോട്ടോണിക് ക്രിസ്റ്റലിന്റെയും ഒപ്റ്റിക്കൽ ഫൈബറിന്റെ. PCF യൂസ് ഫോട്ടോണിക് ക്രിസ്റ്റൽ ടു ഫോം കോർ ക്ലാഡിംഗ് അറൗണ്ട് കോറിന്റെ അറൗണ്ട് ക്ലാഡിംഗ് അങ്ങനെ ഇത് യൂസ് ചെയ്യുന്നത് ഫോട്ടോണിക് ക്രിസ്റ്റൽസ് ആയിരിക്കും. ഇത് ഡസ് നോട്ട് റിപ്പീറ്റേഴ്സ് ഓർ ആംപ്ലിഫയർ ബിക്കോസ് ലൈറ്റ് ഇസ് ട്രാപ്ഡ് ഇൻസൈഡ്. കോറിനുള്ളിൽ തന്നെ ലൈറ്റ് ട്രാപ്പ് ചെയ്തിട്ടുള്ളത് കാരണം ഇതിലേക്ക് റിപ്പീറ്റേഴ്സ് ആംപ്ലിഫയേഴ്സും വേണ്ട. ഈസിയർ ആൻഡ് ലെസ് എക്സ്പെൻസീവ് ഫോർ ഇൻസ്റ്റാളേഷൻ. ഇതിന്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പി, മെട്രോളജി, ബയോമെഡിക്കൽ, ഇമേജിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻഡസ്ട്രി ആൻഡ് മിലിറ്ററി എന്നതിന്റെ അപ്ലിക്കേഷൻസ്. ഇനി ഇതിൽ നമുക്ക് രണ്ട് ടൈപ്സ് ഉണ്ട് PCF. ഇൻഡെക്സ് ഗൈഡിംഗ് PCF, പിന്നെ ഉള്ളത് ഫോട്ടോണിക് ബാൻഡ് ഗ്യാപ്പ് PCF. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് ഗൈഡിംഗ് PCF. ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ്ലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഇത്. സോളിഡ് സ്ട്രക്ചർ ഇൻഡെക്സ് നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരുന്നു. സോളിഡ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഹോളോ സ്ട്രക്ചർ. ഈ സോളിഡ് സ്ട്രക്ചർ ആണ് ഇതിന്റെ ഇൻഡെക്സ് ഗൈഡിംഗ് PCF സോളിഡ് സ്ട്രക്ചർ. അപ്പൊ സോളിഡ് സ്ട്രക്ചറിൽ എന്തായിരുന്നു ഫുൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്? ഇതാണ് ഇൻഡെക്സ് ഗൈഡിംഗ് PCFന്റെ ഫിഗർ. ഇൻഡെക്സ് ഗൈഡിംഗ് PCFന്റെ ഫിഗർ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എല്ലാ കാപ്പിലറീസ്, ക്ലാസിക്കൽ കാപ്പിലറീസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്ത് ഹെക്സഗണൽ സ്ട്രക്ചറിൽ ഡാർക്ക് ഏരിയാസ് ഉണ്ട്, വൈറ്റ് ഏരിയാസ് ഉണ്ട്. ഈ ഹോൾസ് എന്ന് പറയുന്നത് വൈറ്റ് ഏരിയാസും ഇത് മുഴുവൻ ഡാർക്ക് ഏരിയാസ്. ഡാർക്ക് ഏരിയാസ് എന്ന് പറയുന്നത് ഫുള്ള് കാപ്പിലസ് റിമൂവ് ചെയ്തിട്ട് ഡിഫക്ട് ഫോം ചെയ്ത് ഇവിടെ ലൈറ്റ് ട്രാവൽ ചെയ്യും. വൈറ്റ് ഏരിയാസ് എന്ന് പറയുന്നത് ഹോൾസ്, അതാണ് കാപ്പിലസ്. അപ്പം വൈറ്റ് ഏരിയ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാപിലർ 2 പ്ലേസ് ചെയ്തിട്ടുള്ള. ഡാർക്ക് ഏരിയ എന്ന് പറയുന്നത് ഡിഫക്ട്സ് ആണ് ഫിഗറിൽ. ഇതാണ് ഇൻഡെക്സ് ഗൈഡിംഗ് PCFന്റെ ഫിഗർ. ഇപ്പൊ ഡാർക്ക് ഏരിയാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഡാർക്ക് ഏരിയാസ് എയർ ഹോൾസ് ആയിരിക്കും. വൈറ്റ് ഏരിയാസ് സിലിക്കൺ. നമ്മൾ ഡാർക്ക് ഏരിയാസ് എയർ ഹോൾസ് ഡിഫക്ട്സും, വൈറ്റ് ഏരിയാസ് സിലിക്കൺ ഗ്ലാസ്. അപ്പൊ ഇൻഡെക്സ് ഫാക്ടർ സിമിലർ ടു സെയിം ദാറ്റ് കൺവെൻഷണൽ ഒപ്റ്റിക്കൽ ഫൈബർ കൺസ്ട്രക്ഷൻ. ഹിയർ ക്ലാഡിംഗ് കണ്ടെയ്ൻസ് എയർ ഹോൾസ് ആയിരിക്കും. Core cladding has a higher refractive index by using method total inner reflection. Application dispersion compensating fiber produces high optical linearity. Several length of conversion fibers guiding reason can be used instead of that of short wavelength. So several guiding conventional length for several length of conversion fiber index can be used instead of short wavelength. Then next, holes, air holes, defects dark areas, white areas silica. It provides high numerical aperture, provide useful for collection and transmission of high optical power where signal distortion is not an issue. Signal distortion use here. Next, second one another photonic band gap fibers. Photonic band gap fibers. Next, second one important. PCF type of photonic band gap fibers important. Honeycomb structure, air guiding fiber. And forms the honeycomb structure, honeycomb window. Next, air guiding fiber. Dark areas another defects ആയിരിക്കും. ലൈറ്റ് ഏരിയാസ് സിലിക്ക ഗ്ലാസ്സിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഡാർക്ക് ഏരിയാസ് എന്ന് പറയുന്നതായിരിക്കും ക്ലാഡിംഗ്, ലോവർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ലൈറ്റ് ഏരിയാസ് എന്ന് പറയുന്നതായിരിക്കും കോർ, ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ ഫോട്ടോണിക് ബാൻഡ് ഗ്യാപ്പ് എഫക്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹോളോ കോർ സ്ട്രക്ചർ, ഹണിക്കോംബ് സ്ട്രക്ചർ പോലത്തെ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ എന്ന് പറയുന്നത് ഇവിടെ ലോവർ ക്യാൻ ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് ക്ലാഡിംഗ്. ഈ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്യാൻ ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് ക്ലാഡിംഗ്. ക്ലാഡിംഗിൽ നമ്മളെപ്പോഴും ഘടകങ്ങൾ നമ്മൾ പ്ലേസ് ചെയ്യും. ഡിഫക്ട്സ് കോറിലായിരിക്കും, എയർടൈറ്റ് സിലിക്ക. മോസ്റ്റ് ഓഫ് ദി ലൈറ്റ് ട്രാവൽ ത്രൂ എയർ റേദർ ദാൻ ഗ്ലാസിൽ പകർത്തുന്ന എയർ ഡിഫക്ട്സ് കൂടെ ട്രാവൽ ചെയ്യും. ഹെൻസ് ഹോളോ കോർ ഫോട്ടോണിക് fibers are used for guiding light where absorption in glass. Glassൽ absorption high, absorption loss ഉള്ളതായിരിക്കും നമ്മൾ ഹോളോ കോർ സ്ട്രക്ചർ ഫോട്ടോണിക് ഫൈബർ photonic band gap fibers use ചെയ്യുന്നത്. Periodic arrangement of core cladding holes produces a photonic band gap. ഇവിടെ periodic core cladding hair holes ഇവിടെ ഉണ്ടാവും. തന്നെ ഡിഫക്ട്സ് ഈ capillaries റിമൂവ് ചെയ്ത് ഹോൾസ് ഉണ്ടാവും. അപ്പോൾ photonic band gaps അവിടെ ഉണ്ടാവും. അത് photonic band gaps അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ
Wavelength with band gap cannot propagate perpendicular to fiber axis. Therefore, it is confirmed to propagate when the region in refractive index lower than surrounding material. Lower refractive index propagate than surrounding material. Lower refractive index core propagate. Band gap cannot light wavelength propagate. Core core lower wavelength over refractive index core light propagate compared to surrounding material cladding darker effects. Band gap defect band gap propagate carrying band gap remove the defects the core glass capillaries place the core move light move. Hence is guided through lower refractive index core, that is air filled core capillaries with air filled core light guide band gap produce light wavelength travel photonic band gap fibers. This is an important topic.